റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു ഖുതുബയിൽ നമ്മുടെ ഓരോരുത്തരുടെയും റിസ്ക്, ഉപജീവനം, ആ ഉപജീവനവുമായി ബന്ധപ്പെട്ട് അത് അല്ലാഹു ആണ് നൽകുന്നവൻ, അല്ലാഹുവിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഇവിടെ നമ്മുടെ ഉപജീവനം, നമ്മുടെ റിസ്ക് വിശാലമാകാൻ, അതിലൊരു ബറക്കത്ത് ലഭിക്കാൻ നമുക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ചില മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ കണക്കുകൂട്ടുന്ന ഭൗതികമായ പ്ലാനിങ്ങുകൾ, ഒരു ഉപജീവന വിഷയത്തിൽ നമ്മൾ കൂടിയാലോചനകളും പ്ലാനിങ്ങുകളും അതേപോലെ ക്രമീകരണങ്ങളും ഒക്കെ നടത്താറുണ്ട്. എന്നാലും പലപ്പോഴും അത് വിജയിക്കാറില്ല, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതൊക്കെ പരീക്ഷണമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് കിട്ടേണ്ട അഭൗതികമായ വഴിയിലുള്ള ഒരു തൗഫീഖ്, ഒരു വിശാലത നമ്മുടെ റിസ്ഖിൽ, നമ്മുടെ ഉപജീവനത്തിൽ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് കാരണമാകുന്ന 15ഓളം കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് കസ്റത്തുൽ ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ തൗബ ധാരാളമായി ചെയ്യുക. എങ്കിൽ ഒരാളുടെ ജീവിതത്തിലേക്ക്, അയാളുടെ റിസ്ഖിൽ ഒരു വിശാലത ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. താബിഈ പണ്ഡിതനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലയുടെ അടുത്ത് ഒരാൾ കടന്നു വരികയാണ്. ജാ റജുലുൻ ഇലൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് ആ വ്യക്തി ചോദിക്കുന്നത്, ഇൻഖത്തഅൽ മത്തർ ഫമാദാ നസ്ന, ഞങ്ങൾക്ക് മഴയില്ല, വരൾച്ചയാണ്, എന്തു ചെയ്യും? ഖാൽ, ഇബ്നു ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, അക്സിർ മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോളൂ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക, നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. വജാ റജുൽ, മറ്റൊരാൾ കുറച്ച് സമയത്തിന് ശേഷം ഹസനുൽ ബസ്രിയുടെ അടുക്കലേക്ക് വന്നു. യശ്കു അൽ ഫഖർ, അദ്ദേഹം ദാരിദ്ര്യത്തെ പറ്റിയും പട്ടിണിയെ പറ്റിയും ഇല്ലായ്മയെ പറ്റിയും പരാതികളും ആവലാതികളുമാണ് പറഞ്ഞത്. എന്താണ് പരിഹാരം? അപ്പോൾ ഹസനുൽ ബസ്രി റഹിമഹുല്ല ഫഖാല ലഹു അക്സിർ മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളി, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിങ്ങൾ ധാരാളമായി പറയുക. വജാഅഹു റജുലുൻ യുരീദു ദുരിയ, വേറൊരാൾ ഹസനുൽ ബസ്രിയുടെ അടുക്കൽ വരികയാണ്. ഒരേ സന്ദർഭത്തിലാണ് ഇത് നടക്കുന്നത്. അദ്ദേഹം പറയണം, മക്കളില്ല, വിവാഹം കഴിഞ്ഞ് കുറേയായി, സന്താനങ്ങളില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആവലാതി. ഫഖാല ലഹു, ഹസനുൽ ബസ്രി അദ്ദേഹത്തോട് പറഞ്ഞു, അക്സിർ മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിങ്ങൾ പറയുക. അതേപോലെ മറ്റൊരാൾ വന്നു, എന്റെ തോട്ടം പ്രയാസത്തിലാണ്, വരുമാനങ്ങളില്ല. അവിടെയും ഹസനുൽ ബസ്രി പറയുന്നത്, ഇസ്തഗ്ഫിറില്ല, നീ അല്ലാഹുവിനോട് പാപമോചനത്തിന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ ഇരിക്കുന്ന ഒരാൾ ഹസനുൽ ബസ്രിയോട് ചോദിക്കുകയാണ്, ഫഖാല അൽ ജാലിസ് ലഹു അജബ്നാ ലക യാ അബാ സഈദ്, അബാ സഈദ്, നിങ്ങളുടെ കാര്യം അത്ഭുതം തന്നെ. 4 വ്യക്തികൾ വന്നു നിങ്ങളുടെ അടുത്ത്, പല പ്രശ്നങ്ങളും പറഞ്ഞു. ഒന്ന് വരൾച്ചയാണ് പറഞ്ഞത്, പട്ടിണിയാണ് പറഞ്ഞത്, മക്കളില്ലാത്ത പ്രശ്നം പറഞ്ഞു, തോട്ടം പ്രയാസത്തിലാണ്. എല്ലാവരോടും നിങ്ങൾ പറഞ്ഞത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനാണല്ലോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, നിങ്ങളുടെ കാര്യം അത്ഭുതമാണല്ലോ എന്ന് കൂടെയുള്ള ഇത് കേട്ടു നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോൾ ഹസനുൽ ബസ്രി റഹിമഹുല്ല അതിന് കൊടുത്ത മറുപടി, ഹാദാ ഹുവൽ ഇലാജ്, ഇതിനെല്ലാമുള്ള മരുന്ന്, ചികിത്സ ഒന്നാണ്. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂഹിലെ ആയത്ത് ആ ചോദിച്ച ആൾക്ക് ഓതിക്കൊടുക്കുകയാണ്. ഞാൻ ഇത് പറയാൻ കാരണം സൂറത്തു നൂഹിലെ ഒരു ആയത്താണ് എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞത്. എന്താണ് ആയത്ത്? സൂറത്തു നൂഹിലെ 10 മുതലുള്ള ആയത്താണ്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ ഒരു വാക്ക് എന്താ? ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും. നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, ഞാൻ പറഞ്ഞു, എന്റെ ജനതയോട് ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫാറ,
അള്ളാഹു നിങ്ങളുടെ റബ്ബ് പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ആകാശത്ത് നിന്ന് കാർമേഘങ്ങളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴയെ അള്ളാഹു നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംബാലിൻ. അതേപോലെ തന്നെ സമൃദ്ധമായ മഴയോടൊപ്പം നിങ്ങൾക്ക് അവൻ നിങ്ങളുടെ സന്താനങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വത്തുക്കളും ബി അംബാലിൻ വബനീൻ, സന്താനങ്ങളും സ്വത്തുക്കളും എല്ലാം. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നിങ്ങൾക്ക് അവൻ അത് പോഷിപ്പിച്ചു തരും, നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. ഇതാര് പറഞ്ഞാണ്? നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞ ഈ ആയത്താണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉപജീവനം വിശാലമാകാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞാൽ അഭൗതികമായ ഒരു വഴിയിലൂടെ, നമ്മൾ കാണാത്ത വഴികളിലൂടെ ഒരു ഖൈറും ബറക്കത്തും വിശാലതയും നമ്മുടെ റിസ്ഖിൽ അള്ളാഹു തരുന്നതാണ്. എന്താണ് ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം? അവിടെ തൗബക്ക് പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഇന്നലകളിൽ വന്ന പാപങ്ങളിൽ നിന്നുള്ള ഖേദമാണ്, മടക്കമാണ്. അതേപോലെ അതിൽ നിന്നുള്ള സങ്കടവും അതിനെ തുടർന്ന് നന്മകൾ ചെയ്യലുമാണ് തൗബ. എന്നാൽ ഇസ്തിഗ്ഫാറോ വൽ ഇസ്തിഗ്ഫാറു ത്വലബുൽ മഗ്ഫിറ വഹിയ സതറു ദംബി അലൽ അബ്ദി ഫിദ് ദുനിയ വഅദമുൽ മുആഖിദതി ബിഹി ഫിൽ ആഖിറ. സംഭവിച്ച പാപങ്ങളുടെ ദോഷം ഇല്ലാതെയാക്കാനും പാപങ്ങൾ ദുനിയാവിൽ വെച്ചു തന്നെ അള്ളാഹു അതിനെ മറച്ചു വെക്കാനും പരലോകത്ത് പിടികൂടാതിരിക്കാനുമുള്ള തേട്ടമാണ് ഇസ്തിഗ്ഫാർ. ഇത് രണ്ടും വർദ്ധിപ്പിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? നമുക്ക് റിസ്ഖിൽ വിശാലത ലഭിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ തോന്നും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മഴ കിട്ടുന്നു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെ റിസ്ഖ് ലഭിക്കുന്നു? അള്ളാഹു തരാമെന്ന് ഏറ്റിരിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്ന് ഏറ്റിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കാ നിവാസികളോട് പറഞ്ഞത് വനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസന ഇലാ അജലിൻ മുസമ്മാ. നിങ്ങൾ അള്ളാഹുവിലേക്ക് പാപമോചനം തേടുക, എന്നിട്ട് അവനിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് നിശ്ചിതമായ ഒരു അവധി വരെ അല്ലാഹ് നിങ്ങൾക്ക് സൗഖ്യം അനുഭവിച്ചു തരും. നിങ്ങൾക്ക് നിർണിതമായ സമയം വരെ നിങ്ങൾക്ക് സൗഖ്യം ആഫിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. എത്ര ആയത്തുകളാണ് ഇതുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് ഹസനുൽ ബസ്രി പറഞ്ഞു, ലാ തമുല്ലൂ മിനൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിൽ നിങ്ങൾ മടുപ്പുണ്ടാകരുത്. വഅക്സിറൂ മിൻഹു ഫീ ബുയൂത്തിക്കും വലാ മവാഇദുക്കും. നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, നിങ്ങളുടെ വീടുകളിൽ, അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാർക്കറ്റുകളിൽ എപ്പോഴാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലായിടത്തും നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. അതാണ് ഹൂദ് നബി അലൈഹിസ്സലാമയും തന്റെ ജനങ്ങളോട് പറഞ്ഞത്, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. നിങ്ങൾക്ക് സമൃദ്ധമായ മഴ അല്ലാഹു ഒരുക്കി തരും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും. നിങ്ങളുടെ ശക്തിയെ അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം ജനത. അപ്പൊ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് തൗബയും ഇസ്തിഗ്ഫാറും നമ്മൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. റിസ്ക് നമ്മുടെ ഉപജീവനത്തിൽ ആശങ്കയിലാണ്, നമ്മൾ ടെൻഷനിലാണ്, നമ്മൾ എടുക്കേണ്ട പണിയെടുത്ത് നമ്മൾ അള്ളാഹുവിൽ ഈ നിലയ്ക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്താൽ അള്ളാഹു നമുക്ക് വിശാലത തരും. രണ്ടാമത്തെ കാര്യം എന്താ? തഖ്വയാണ്. അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിരോധിച്ചിട്ടുള്ളതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പല നിർവചനങ്ങൾ തഖ്വക്ക് നൽകിയിട്ടുണ്ട്. അവിടെ ത്വലഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം, അത്തഖ്വ അൻ തഅമല ബിത്വാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ് തർജു സബാബല്ലാഹ് വഅൻ തത്റുക മഅസിയത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹി തഖാഫു ഇഖാബല്ലാഹ്. തഖ്വ എന്നാൽ അല്ലാഹുവിന്റെ നൂറിനാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളിൽ പഠിപ്പിച്ചത് അടിസ്ഥാനത്തിൽ നീ അല്ലാഹുവിനെ അനുസരിക്കുക, അത് ജീവിതത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക, അതിന് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക, പടപ്പുകളിൽ നിന്നല്ല, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അതിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിക്കുക. അതേപോലെ തന്നെ അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതാണ് തഖ്വ. നമ്മൾ അല്ലാഹു നിർബന്ധമായി പഠിപ്പിച്ച കാര്യങ്ങൾ, റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പരമാവധി കൊണ്ടുവരിക, അല്ലാഹും റസൂലും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ തഖ്വക്ക് കൊടുത്ത വ്യാഖ്യാനം,
നിർവചനം കാണാം. ലൈസ തഖ്വ തഖ്വല്ലാഹു ബിസിയാമിൻ നഹാർ, പകലിൽ നോമ്പെടുക്കലും വലാ ബിഖിയാമിൽ ലൈൽ, രാത്രി നമസ്കരിക്കലും മാത്രമല്ല തഖ്വ. വത്തഖ്ലീതു ഫീമാ ബൈന ദാലിക വലാകിന്ന തഖ്വല്ലാഹു തറക മാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. ഇതാണ് തഖ്വയുടെ ഒരു ഭാഗം. മറ്റൊന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ അതെന്ത് ചെയ്യാ, ജീവിതത്തിൽ നിർവഹിക്കുക. ഇതാണ് തഖ്വക്ക് കൊടുത്ത വ്യാഖ്യാനം. ഇങ്ങനെ തഖ്വയോടെ ജീവിക്കുന്ന ഒരാൾക്ക് അല്ലാഹു അയാളുടെ ഉപജീവനത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് അതിന് തെളിവ്. സൂറത്തു തലാഖിൽ നമ്മൾ ഓതിപ്പോകുന്ന ആയത്താണ്. സൂറത്തു തലാഖിലെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, വമൻ യത്തഖില്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, തഖ്വയോടെ ജീവിക്കുകയാണെങ്കിൽ, യജഅൽ ലഹു മഖ്റജാ, അവന് അല്ലാഹു ഒരു പോംവഴി ഉണ്ടായി കൊടുക്കും. ഒരു പ്രതിസന്ധിയാണ് അയാളുടെ ബിസിനസ്സിൽ, അയാളുടെ മറ്റിടപാടുകളിൽ പ്രശ്നമാണ്, അയാൾക്ക് എങ്ങനെയാണ് ഒരു എക്സിറ്റ്, ഒരു പോംവഴി എന്താണ്? അല്ലാഹ് പറയാണ്, അള്ളാനെ സൂക്ഷിച്ച് തഖ്വയിൽ ജീവിക്കുകയാണ്, ഒരു പോംവഴി അല്ലാഹ് ഉണ്ടായി കൊടുക്കും. എന്നിട്ട് അടുത്ത ഭാഗം എന്താ, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വിധം അവന് ഉപജീവനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. എങ്ങനെ? തഖ്വയുണ്ടെങ്കിൽ അല്ലാഹ് കൊടുക്കുന്നതാണ് ഉപജീവനം. അവന് തഖ്വയും സൂക്ഷ്മതാബോധവും ഉണ്ടെങ്കിൽ അല്ലാഹു അവന് ഉപജീവനം നൽകും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. തഖ്വയോടെ ജീവിച്ചാൽ നമ്മുടെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തു അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നുണ്ട്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഅ്, ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും തഖ്വയോടെ ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആകാശത്തു നിന്നുള്ള ബറകാത്തുകൾ ഇറക്കി കൊടുക്കുമായിരുന്നു. വൽ അർള്, ഭൂമിയിൽ നിന്നുമുള്ള ബറകാത്തുകൾ ഇറക്കി കൊടുക്കുമായിരുന്നു, അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുക്കുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ അവർ വിശ്വസിക്കുകയും തഖ്വയുള്ളവരാകുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറകാത്തുകൾ അല്ലാഹ് ഇറക്കി തരുന്നതാണ് അല്ലാഹ് പറയുന്നത്. പക്ഷെ എന്ത് വേണം? തഖ്വയോടെ സൂക്ഷ്മതാബോധത്തിൽ ഹറാമുകൾ ചെയ്യാതെ നിർബന്ധമായി അല്ലാഹ് പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ അല്ലാഹ് എന്ത് ചെയ്യും? ബറക്കത്ത് തരുന്നതാണ്. എന്നിട്ട് അല്ലാഹ് ആയത്തിന്റെ അവസാനം പറഞ്ഞ ഫഅഖ്ദിനാഹും ബിമാ കാനൂ യക്സിബൂൻ വലാകിൻ കദ്ദബൂ, അവർ കളവാക്കുകയും വ്യാജമാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ നാം ഒരു പിടുത്തം ശിക്ഷ കൊണ്ട് പിടികൂടും. രണ്ടാമത്തെ തത്വമാണ്. മൂന്നാമത്തെ എന്താ അറിയാം? തവക്കുലാണ്. തവക്കുലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് തവക്കുലാണ്. നമ്മൾ അല്ലാഹുവിൽ തവക്കുല, ഏൽപ്പിക്കുക. അല്ലാഹുവിനെയാണ് ഏൽപ്പിക്കേണ്ടത്, അല്ലെ? ഭരമേൽപ്പിക്കുക. വക്കീൽ അല്ലാഹുവാണ്. ഏത് സന്ദർഭത്തിലും ഏത് പ്രശ്നത്തിലും നമുക്ക് ഭരമേൽപ്പിക്കാനുള്ളത് അല്ലാഹുവിലാണ്. മൂസാ നബി അലൈഹിസ്സലാം നമുക്കറിയാം, ചെങ്കടലിന്റെ മുമ്പിൽ, കടലിന്റെ മുമ്പിൽ പെട്ടു. പിന്നിൽ ഫിർഔനാണ്. ആ സന്ദർഭത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുആറയിലെ 61 മുതൽ പറയുന്നുണ്ട്. ഫലമ്മാ തറഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ, മൂസാ നബി അലൈഹിസ്സലാം അവിടെ അനുചരന്മാര് ചോദിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം രണ്ട് സംഘവും, മുന്നിൽ കടലും പിന്നിൽ ഫിറഔന്റെ സൈന്യവും വന്നു നിൽക്കുമ്പോ മൂസാ നബിയുടെ കൂടെയുള്ള അനുചരന്മാര് ചോദിക്കാണ്, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടല്ലോ മൂസ, നമ്മള് മുന്നിൽ പോകുകയാണെങ്കിൽ കടലിലെ വെള്ളത്ത് ചാടി മരിക്കേണ്ടി വരും, പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഫിറഔന്റെ വാളുകൾക്ക്, സൈന്യത്തിന്റെ വാളുകൾക്ക് ഇരയാകേണ്ടി വരും, ഞങ്ങൾ പിടിക്കപ്പെട്ടു മൂസ. മൂസാ നബിയുടെ മറുപടി എന്താണ്? ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. അതാണ് തവക്കുൽ. അല്ലാഹുവിലാണ് ഏൽപ്പിക്കുന്നത്, അല്ലാഹുവിലാണ് തവക്കുൽ നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മളെ അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കാൻ തവക്കുൽ നമുക്കുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ റിസ്ഖിൽ വിശാലത നൽകുന്നതാണ്. ഇമാം തുർമുദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ പൂർണ്ണമായി, അല്ലാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിൽ പൂർണ്ണമായി തവക്കുലാക്കുകയാണെങ്കിൽ, അടുത്ത വാക്കെന്താ അറിയോ? റസൂൽ പറയുന്നത് ലറുസിഖ്തും കമാ തർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്ക് നാം ഉപജീവനം നൽകും. എന്താണ് പക്ഷികളുടെ പ്രത്യേകത? അതും പ്രവാചകൻ തന്നെ പറഞ്ഞു. പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം തരും, റിസ്ക് തരുന്നതാണ്. പക്ഷികളുടെ പ്രത്യേകത എന്താണ്? അവർ രാവിലെ ഒട്ടിയ വയറുമായാണ് കൂട്ടിൽ നിന്ന് പക്ഷികൾ പാറിപ്പറന്നു പോകുന്നത്. അവർ തിരിച്ചു കൂട്ടിലേക്ക്
സന്ധ്യാസമയത്ത് അടങ്ങുന്നത് എങ്ങനെയാ? നിറഞ്ഞ വയറുമാണ്. ഇതുപോലെ നിങ്ങൾക്ക് അള്ളാഹ് റിസ്ക് തരും. പക്ഷെ എന്ത് വേണം? അള്ളാഹുവിൽ എല്ലാം ബരമേൽപ്പിക്കാൻ, തവക്കുൽ നടത്താൻ, ഹഖ തവക്കുലിഹി, ആ പറഞ്ഞ രൂപത്തിൽ തവക്കുൽ നടത്താൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ തരും. അതിൽ കുറെ പാഠങ്ങളുണ്ട്. തവക്കുലാക്കി വീട്ടിലിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം പക്ഷികൾ കൂട് വിട്ടവർ പറന്നു പോവുകയാണ്. അതിനുവേണ്ടി ശ്രമിക്കണം. എങ്കിൽ അങ്ങനെ ശ്രമം നടത്തി തവക്കുലാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റിസ്ക് തരും. എന്നാൽ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്നത് ഒരു ജോലിയും ചെയ്യാതെ ചടഞ്ഞിരിക്കുന്നതിന്റെ പേരല്ല എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് എല്ലാം സമർപ്പിക്കുക വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല തരുമെന്നാണ്. നാലാമത്തെ പോയിന്റ് ആരാധനകളിൽ മുഴുകുക എന്നതാണ്. ആരാധനകളിൽ നമ്മൾ മുഴുകിയാൽ അള്ളാഹു നമുക്ക് ഈ റിസ്ക് തരും. റിസ്കിലൊരു വിശാലതയും ബറക്കത്തും അള്ളാഹു തരും. എന്ന് പറഞ്ഞാൽ എല്ലാം ഒഴിവാക്കി പള്ളിയിൽ ചടഞ്ഞുകൂടിഞ്ഞ് ദിക്റിലും ദുആയിലും ആരാധനകളിൽ ഇരിക്കണമെന്നല്ല. മറിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒരാൾ സമയം നീക്കി വെച്ചാൽ അള്ളാഹ് അയാൾക്ക് എന്ത് ചെയ്യും? ആത്മാർത്ഥമായി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ, അയാൾ അങ്ങനെ സമയത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് വിശാലത കൊടുക്കുന്നതാണ്. നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എന്തിനാണ്? നമ്മൾ നിരവധി തവണ കേട്ട ആയത്താണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് ഞാൻ സൃഷ്ടിച്ചത്. അപ്പൊ സമയം കണ്ടെത്തണം എന്നാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യബ്ന ആദം, ആദം സന്തതികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹ് പറയുന്ന ഹദീസിനാണ്, അള്ളാഹുവിന്റെ വാക്ക് അങ്ങനെ തന്നെ ഹദീസിൽ വരും. അതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. സാധാരണ ഹദീസ് പ്രവാചകന്റെ വാക്കാണല്ലോ. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹ് പറയാം. അങ്ങനെ ഒരു ഹദീസിൽ അള്ളാഹു പറയാണ്, യബ്ന ആദം, ആദം സന്തതികളെ, തഫറഗ് ലി ഇബാദത്തി, എനിക്ക് ആരാധനകൾ ചെയ്യാൻ നിങ്ങൾ ഒഴിഞ്ഞിരിക്കൂ. എങ്കിൽ അംല സദ്റക ഗിനൻ, നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഞാൻ തരാം. വയദൈക റിസ്ഖ, നിനക്ക് റിസ്ഖ് ഞാൻ തരാം. എന്താണ് കണ്ടീഷൻ? എനിക്ക് ആരാധന ചെയ്യണം, ഇബാദത്ത് ചെയ്യണം, എങ്കിൽ നിനക്ക് റിസ്ഖ് തരാം, നിനക്ക് ഐശ്വര്യം തരാം. യഥാർത്ഥ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? ലൈസൽ ഗിന. യഥാർത്ഥ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആ സമ്പത്തിന്റെ വളവളപ്പല്ല, മറിച്ച് ലൈസൽ ഗിന കസ്റത്തുൽ മാൽ, സമ്പത്തിന്റെ ആധിക്യമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്നത്. ഗിനൻ നഫ്സ്, മനസ്സിന്റെ സംതൃപ്തിയാണ്. കുറെ ഉണ്ട്, പക്ഷെ ഒരാൾക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്താണ് കാര്യം? അതുകൊണ്ട് തന്നെ ആ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുദ്സി ഹദീസിന്റെ ബാക്കി എന്താ അറിയാം? ഇനി നിങ്ങൾക്ക് ഇതിന് സമയമില്ലെങ്കിൽ, എന്തിനു സമയമില്ല? ഇബാദത്തിനൊന്നും സമയമില്ല. അതേപോലെ നിസ്കാരത്തിനും മറ്റ് ദിക്റുകൾക്കും ദുആകൾക്കും ഇബാദത്തുകൾക്കും ഒന്നും സമയമില്ല. അള്ളാഹു പറയാണ്, വയദൈക ശുഗ്ല, നിനക്ക് ശുഗ്ലിട്ടുകൊണ്ടേയിരിക്കും. പരക്കെങ്ങനെ പായി തന്നെ, റിസ്കിന്റെ പിന്നാലെ ഇങ്ങനെ ഓട തന്നെ, പക്ഷെ ഓട്ടത്തിന് റിസൾട്ട് ഇല്ല. വയദൈക ശുഗ്ല. അതേപോലെ അംല ഖൽബക ഫഖ്റൻ, നിന്റെ ഹൃദയത്തിൽ ഫഖ്റാണ് ഇട്ട് തരിക. ദാരിദ്ര്യമാണ് പിന്നെയും തോന്നുന്നു, കടമാണ്, ദാരിദ്ര്യമാണ്, ഇല്ലായ്മയാണ്. കുറെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ എവിടെയും കാണുന്നില്ല. പക്ഷെ ഒരാൾ ഉള്ളതിൽ സംതൃപ്തനായി അയാൾ ഇബാദത്തുകൾക്ക് കൃത്യമായി അയാൾ ഷെഡ്യൂൾ ചെയ്യുന്നു ജീവിതത്തിൽ, അയാൾക്ക് റിസ്ക്, മറ്റാക്കില്ല. സാലറിയുടെ സ്കെയിൽ നോക്കുമ്പോൾ ഇയാള് 25,000 വാങ്ങുന്നുള്ളൂ, മറ്റയാൾ 75,000 വാങ്ങുന്നു. പക്ഷെ 25,000 വാങ്ങുന്ന ആള് അയാള് ഗിനൻ നഫ്സ്, അയാൾക്കുണ്ട്, മനസ്സംതൃപ്തിയുണ്ട്, കടമോ ഇല്ലായ്മയോ ഒന്നും അയാൾക്ക് പറയാനില്ല. എന്താണ് കാരണം? അള്ളാഹ്ക്ക് സമയം കൊടുത്ത അള്ളാഹ് തരും. അതാണ് ഈ ഖുദ്സിയായ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ സമ്പത്ത് ധാരാളമായി ഉണ്ടാവുക എന്നതല്ല, മനസ്സിന്റെ സംതൃപ്തി എന്നുള്ളതാണ്. അപ്പൊ എല്ലാം വിട്ടേച്ച് ആരാധന മാത്രം മതിയോ? പോരാ. അവിടെ കുടുംബത്തെ പ്രത്യേകമായി ശ്രദ്ധിക്കാനും റസൂലുള്ളാഹി പറഞ്ഞു. ദീനാറു അൻഫഖതുഹു ഫീ സബീലില്ലാഹ്, ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ ഒരു ദീനാറ് കൊടുത്തു. വദീനാറു അൻഫഖതുഹു ഫീ റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിക്കാൻ ഒരു ദീനാറ് കൊടുത്തു. വദീനാറുൻ തസദ്ദഖത് ബിഹി അലാ മിസ്കീൻ, മിസ്കീന് കൊടുത്തു. വദീനാറുൻ അൻഫഖത അലാ അഹ്ലിക്, നിന്റെ അഹ്ലിന് കൊടുത്തു. അതിൽ ഏതാണ് ഏറ്റവും നല്ല ചെലവഴിച്ച ദീനാർ? നിന്റെ കുടുംബത്തിനായി ചെലവഴിച്ച അഅ്ലമുഹ അജ്റൻ അല്ലദീ അൻഫഖതഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചതാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്നതാണ്. അപ്പോ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണം. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും? അതിലൂടെ അള്ളാഹുവിന്റെ ആ വിശാലതയും ഗിനൻ നഫ്സും നമുക്ക് കിട്ടുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയ ഈ സൂറത്ത് ത്വാഹയിലെ 132-ാമത്തെ ആയത്തില് കുടുംബത്തോട് നിങ്ങൾ നിസ്കരിക്കാൻ പറയണം എന്ന് പറഞ്ഞ ആയത്തിന്റെ വാക്യം എന്താണ്? അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് റിസ്ക്കുമായി അതിന് കണക്ഷൻ ഉണ്ട് എന്നാണ്.
എന്താ ആയത്ത്? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് നമസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കുക. വസ്തബിർ അലൈഹാ, അതിൽ നിങ്ങൾ നന്നായി ക്ഷമിക്കുകയും ചെയ്യുക. ഒരു ആരാധനയിൽ ക്ഷമയുണ്ട്. എന്നിട്ട് ഖുർആൻ പറയാണ് ലാ നസ്അലുക, അല്ലാഹ് പറയാണ് ലാ നസ്അലുക റിസ്ഖ, നിങ്ങളോട് നാം റിസ്ക് ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നിങ്ങൾക്ക് നാമാണ് റിസ്ക് നൽകുന്നത്. അപ്പൊ നിസ്കാരത്തിലൂടെ എന്ത് കിട്ടുന്നതാണ്? റിസ്ക്കിന് ഒരു ബന്ധമുണ്ട്. അതെങ്ങനെ? നമ്മൾ നിസ്കരിച്ച അങ്ങനെ നമ്മൾ ബുദ്ധി കൊടുത്ത് ഇങ്ങനെ ആലോചിച്ചാല് നമുക്ക് അതിനൊരു എത്തും പിടിയും കിട്ടൂല. പക്ഷെ അള്ളാഹ് അതിലൊരു ഖൈറും ബറക്കത്തും നമുക്ക് തരുന്നു. അള്ളാഹ് തരുന്ന ഏറ്റിരിക്കാണ്. നമ്മൾ കുടുംബത്തോട് നമസ്കാരത്തെ പറ്റി കൽപ്പിക്കുകയാണെങ്കിൽ വൽ ആഖിബത്തു ലിത്തഖ്വ, തഖ്വക്കാണ് നല്ല പര്യവസാനം എന്നാണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹ്മഹുല്ലാ, ഇബ്നു തൈമിയ പറഞ്ഞു ഇന്ന ഫിദ് ദുനിയ ജന്നത്തുൻ, ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്. മല്ലം യദ്ഖുലുഹാ ലം യദ്ഖുലുൽ ജന്നത്തുൽ ആഖിറ, അതിൽ പ്രവേശിക്കാത്തവന് സ്വർഗത്തിലെ പരലോകത്തെ സ്വർഗത്തെ പ്രവേശിക്കില്ല. ദുനിയാവിലൊരു സ്വർഗമുണ്ട്, ആ സ്വർഗത്ത് പ്രവേശിക്കാത്തവന് ആഖിറത്തിലെ സ്വർഗത്ത് പ്രവേശിക്കില്ല. അപ്പോൾ ചോദിക്കപ്പെട്ടു ഖാലു വമാഹിയ യാ ഇമാം, ഇമാം എന്താണ് ആ ദുനിയാവിലെ സ്വർഗം? അപ്പോ ഇബ്നു തൈമിയ പറഞ്ഞത് മഹബ്ബത്തുല്ലാഹി തആല വദിക്റഹു, അത് അല്ലാഹുവിനോടുള്ള ഇഷ്ടവും അവനെ സ്മരിക്കലുമാകുന്നു ദുനിയാവിലെ സ്വർഗം എന്നത്. അതിലൊക്കെ പണ്ഡിതന്മാർ സലഫു സ്വാലിഹീങ്ങൾ അതിലൊരു ആനന്ദവും അതിലൊരു ഹലാവത്തും അവർ കണ്ടെത്തിയിരുന്നു. അവരുടെ ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുത്തത് ദിക്റുകൾക്കും ദുആകൾക്കും ആരാധനകൾക്കും ഒക്കെയായിരുന്നു. ആ സ്വർഗത്തിലേക്ക് കയറിയാൽ ആഖിറത്തിലെ സ്വർഗങ്ങൾക്ക് കിട്ടും. അപ്പൊ ദുനിയാവും ആഖിറവും കിട്ടുന്ന പരിപാടിയാണിത്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാണ്. കുടുംബ ബന്ധം ചേർക്കൽ റിസ്ക് വിശാലമാകാൻ കാരണമാകും. ഹദീസ് എന്താണ്? അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അഹബ്ബ അൻ യബ്സുത ലഹു ഫീ റിസ്ഖിഹി വയുംസാ ലഹു ഫീ അഥരിഹി, ആരെങ്കിലും തന്റെ ഉപജീവനത്തിൽ വിശാലത ഇഷ്ടപ്പെടുന്നെങ്കിൽ, അതേപോലെ തന്റെ ആയുസ്സിൽ വർധനവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. ഹദീസാണ്. എട്ടാമത്തത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അതിന് സമാനമായ മറ്റൊരു ഹദീസാണ്. എന്താണ്? ആരെങ്കിലും തന്റെ ഉപജീവനത്തിൽ വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? ഫൽയബറ വാലിദൈഹി, തന്റെ മാതാപിതാക്കളോട് അവൻ നന്മ ചെയ്യട്ടെ. ഒമ്പതാമത്തെ കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ധനം ചെലവഴിച്ചാൽ അള്ളാഹ് തരുന്നതാണ്. നമുക്ക് റിസ്ക്കിൽ ഇങ്ങനെ വർധനവ് കിട്ടാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് കൂടുക, എങ്ങനെയാണ് നമ്മുടെ സാലറി കൂടുക, എങ്ങനെയാണ് നമ്മുടെ ആ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന് നമ്മളിങ്ങനെ അതിൽ ഗവേഷണവും അതിൽ ആലോചനയും നടത്തുമ്പോൾ എങ്ങനെ കൂടും? കൊടുത്താൽ കൂടുന്നതാണ്. ഹദീസ് എന്താണ്? ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറയാണ് അൻഫിഖ് യാ ഇബ്ന ആദം, ആദമിന്റെ മകനെ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ വഴിയിൽ നീ ചെലവഴിക്കൂ. അൻഫിഖ് അലൈക, ഞാൻ നിനക്കായി ചെലവഴിക്കാം, നിനക്ക് തരാന്ന്. അള്ളാന്റെ ഫീ സബീലിൽ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുകയാണെങ്കിൽ അള്ളാഹ് തരുന്നതാണ്. കൊടുത്താൽ പകരം നൽകുന്നവനാണ് അള്ളാഹു. ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അൻഫിഖ് യാ ബിലാൽ, ബിലാലെ നീ ചെലവഴിക്കുക. വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാലൻ, നീ ചെലവഴിക്കൂ അർശിന്റെ അധിപനായ അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും കുറവുണ്ടാകുമെന്ന് നീ ഭയപ്പെടണ്ട. അതുകൊണ്ട് തന്നെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ് അല്ലെ. മലക്കുകൾ രാവിലെയും വൈകുന്നേരം മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി, എല്ലാ ദിവസവും രണ്ട് മലക്കുകൾ വരും. ഫയഖൂലു അഹദുഹുമാ, എന്നിട്ട് മലക്ക് പ്രാർത്ഥിക്കുന്ന എന്താ? അല്ലാഹുമ്മ അതി മുൻഫിഖൻ ഖലഫാ, മലക്കിന്റെ പ്രാർത്ഥന അല്ലാഹുവേ ചിലവഴിക്കുന്നവനെ നീ ധാരാളമായി നൽകണമേ. മലക്കിന്റെ പ്രാർത്ഥനയാണ്. ചെലവഴിക്കുന്നവന് ധാരാളം. അപ്പൊ ചെലവഴിക്കുമ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യും? അള്ളാഹ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ അള്ളാഹു അയാൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് മറ്റൊരു പ്രാർത്ഥന എന്താ? അള്ളാഹുവെ പിടിച്ചു വെക്കുന്നവന് നീ തടഞ്ഞു വെക്കണമേ. പിടിച്ചു വെക്കണ പിശുക്കി എറുക്കി പിടിക്കണവന് അവന് തടഞ്ഞു വെക്കാൻ പറയുന്നതാണ്. അപ്പൊ 10 രൂപ ചെലവഴിച്ചാൽ 20 അള്ളാഹ് തരുന്നതാണ്. സാധാരണ പറയാറുണ്ട് കോരുന്ന കിണറ്റിലെ വെള്ളം വീണ്ടും അത് വർദ്ധിച്ചു വരുമെന്നാണ്. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഒരു ധാന്യമണിയിൽ നിന്ന് ഒരു 7 നെൽക്കതിറുകൾ ഉണ്ടായി. ഓരോ നെൽക്കതിരിലും 100 ധാന്യങ്ങൾ, 700 എന്ന പോലെ ഒരാൾ ചെലവഴിക്കുന്നതിലൂടെ അള്ളാഹു അതിനെ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വഴികൾ നമ്മൾ സ്വീകരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
നമുക്കെന്ത് ചെയ്യും? നമ്മുടെ റിസ്ഖിൽ ഒരു വിശാലതയും ബറക്കത്തും അള്ളാഹു തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 10ാമത്തെ കാര്യം അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ്, ശുക്ർ ചെയ്യുക. എങ്കിൽ അള്ളാഹു അവന് പകരം കൊടുക്കുന്നതാണ്. സൂറത്ത് ഇബ്രാഹിം, വൈദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ, ശുക്ർ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്നാൽ വലയിൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിലോ, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണ്. ഇബ്രാഹിം നബിയുടെ ക്വാളിറ്റിയാണ് ഷാക്കിറൻ ലിഅൻഉമിഹി, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നവനായിരുന്നു എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാം കാന അബ്ദൻ ശക്കൂർ ആയിരുന്നു എന്നാണ്. ഒക്കെ കിട്ടിയത് എന്താണ്? അള്ളാഹു പുകഴ്ത്തിയത് എങ്ങനെയാണ്? അദ്ദേഹം തന്റെ ഭക്ഷണത്തിൽ, തന്റെ പാനീയത്തിൽ, തന്റെ വസ്ത്രത്തിൽ, തന്റെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് ജീവിച്ചവരായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അബ്ദൻ ശക്കൂറ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് നന്ദി കാണിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് റിസ്ഖ് വിശാലാക്കി തരുന്നതാണ്. നമുക്കൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. നമ്മൾ എത്ര ആളുകൾ ചൊല്ലാറുണ്ട്? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ എന്ന് നമ്മൾ എത്ര? ശുക്രിന്റെ കലിമത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നന്ദിയുള്ളവന്റെ വാക്കാണ് അൽഹംദുലില്ലാ എന്ന വാക്ക്. അള്ളാഹ്ക്ക് സ്തുതി പറയാണ്, ശുക്ർ പറയാണ്. 11 സലഫുകളുടെ മാർഗത്തിൽ നിലകൊള്ളുക എന്നതാണ്. സലഫുകളുടെ വഴിയിൽ നിലകൊണ്ടാൽ നമുക്ക് അവിടെ നമ്മുടെ ഖൈറും ബറക്കത്തും നമുക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അതേപോലെ ഹജ്ജും ഉംറയും നമ്മൾ തുടർച്ചയായി നിർവഹിക്കുക. പ്രവാചകന്റെ ഹദീസാണ്, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖർ വദ്ദുനൂബ കമാ യൻഫിൽ കീറു ഹബസൽ ഹദീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹജ്ജും ഉംറയും നിങ്ങൾ മുതാബഅത്ത് ചെയ്യുക, അത് തുടർത്തുക. അവ രണ്ടും ഉരുമ്പിന്റെ കീടം നീക്കുന്നത് പോലെ ദാരിദ്ര്യവും പാപവും നീക്കം ചെയ്യും. ഇമാം നസായിയുടെ ഹദീസാണ്. ദുർബലരെ സഹായിക്കുക, ദുർബലരായ ആളുകളെ നിങ്ങൾ സഹായിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സഹായവും വിജയവും ഉപജീവനം ലഭിക്കുന്നത് നിങ്ങളിലെ ദുർബലരെ, പാവങ്ങളെ, നിങ്ങൾ നിസ്സഹായരായ ആളുകളെ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ പ്രഭാത സമയം ജോലിയിൽ ഏർപ്പെടുന്നതിൽ ഒരു ബറക്കത്തുണ്ട്. റസൂൽ പ്രത്യേകം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ അവരുടെ പ്രഭാത സമയത്തിൽ ബറക്കത്ത് ചൊരിയണേ എന്നാണ്. പ്രഭാതത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ, അല്ലേ? സുബഹിക്ക് ശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുവേ നിന്നോട് നാഫിയായ ഉപകാരപ്രദമായ ഇൽമ ചോദിക്കുന്നു, വരിസ്ഖൻ ത്വയ്യിബ, മാന്യമായ വിശിഷ്ടമായ ഉപജീവനത്തെ ഞാൻ ചോദിക്കുന്നു, വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമല്. 3 കാര്യമാണ് ചോദിച്ചത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അതേപോലെ ദീനി വിജ്ഞാനങ്ങൾ നേടുക എന്നത് നമുക്ക് ഉപജീവനം വിശാലമാകാനുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്ത് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവരൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പതിവായി വരാറുണ്ടായിരുന്നു. മറ്റേ സഹോദരൻ തൊഴിലിലാണ് അയാൾ കെട്ടിമറിഞ്ഞത്, ഉപജീവനം തേടി ജീവിക്കുകയായിരുന്നു. എന്നാൽ അയാൾ 1ാമത്തെ ആളെ പറ്റി പരാതിയുമായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരികയാണ്. ഇയാൾ ഇങ്ങനെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, ലഅല്ലക തർസുഖു ബിഹി, തന്റെ സഹോദരനെ കുറിച്ച് നബിയോട് പരാതി പറഞ്ഞ ആളോട് നബി പറഞ്ഞത്, അവനാൽ തന്നെയാകാം നിനക്ക് ഉപജീവനം ലഭിക്കുന്നത് എന്നാണ്. നിന്റെ സഹോദരൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇൽമു നേടി, ആ ഇൽമ അമലാക്കി അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ വഴിയായിരിക്കാം നിനക്ക് റിസ്ഖുകൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 15 വഴികൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ ശഅബാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ശഅബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം നോമ്പ് അനുഷ്ഠിക്കാറുള്ള മാസമായിരുന്നു. യാ റസൂലല്ലാഹ്, ലം അറക തസൂമു മിൻ ശഹരി മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ, ശഅബാനിനേക്കാൾ കൂടുതൽ മറ്റൊരു മാസവും താങ്കൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. ഉസാമ റളിയല്ലാഹു അൻഹു ആണ് ചോദിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞെന്താണ്? ദാലിക ശഹറുൻ യഗ്ഫുലു അന്നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ, ആളുകൾ റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധമാകുന്ന മാസം. വഹുവ ശഹറുൻ തുർഫഉ ഫീഹി അൽഅമാലി ഇലാ റബ്ബിൽ ആലമീൻ,
അള്ളാഹുവിലേക്ക് അമൽ ഉയർത്തപ്പെടുന്ന മാസമാണ്. നോമ്പുകാരനായിരിക്കും എന്റെ അമൽ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നാം അശ്രദ്ധരുടെ കൂട്ടത്തിലായിക്കൂടാ, നന്മകളിൽ മത്സരിക്കാൻ നമുക്കാവേണ്ടതുണ്ട്. റമദാനിന് മുമ്പുള്ള ഒരു മുന്നൊരുക്കം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഅബാനുമായി ബന്ധപ്പെട്ട നോമ്പിന്റെ കാര്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇസ്തക്മല സിയാമു ശഹ്രിൻ ഇല്ലാ റമദാൻ. റമദാനിലല്ലാതെ ഒരു മാസം പൂർണ്ണമായി നബി നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വമാ റഅയ്തഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. ശഅബാനിനേക്കാൾ കൂടുതൽ മറ്റൊരു മാസവും നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, കാന അഹബ്ബു ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൻ യസൂമഹു ശഅബാൻ സുമ്മ യസ്ലുഹു ബി റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മാസം ശഅബാനാണ്. പിന്നെ അതിനെ ശഅബാനിനെ റമളാനിലേക്ക് കണക്ട് ചെയ്യും, ബന്ധിപ്പിക്കുമായിരുന്നു എന്നാണ്. അപ്പോ റമളാനിലെ നോമ്പ്, ശഅബാൻ മാസത്തിലെ നോമ്പ് ശ്രേഷ്ഠമാണ്. ഇന്ന സിയാമ ശഅബാന അഫ്ളലു മിൻ സായിരി ശുഹൂർ. ശഅബാനിലെ നോമ്പ് മറ്റെല്ലാ മാസങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹ റമളാനിൽ കടമുള്ള നോമ്പുകൾ, കഴിഞ്ഞ റമളാനിൽ പെൻഡിങ് വന്ന നോമ്പുകൾ നോറ്റു വീട്ടിയിരുന്നത് ഈ മാസത്തിലായിരുന്നു. കാന യഖൂമു അലയ്യ സൗമു മിൻ റമളാൻ. എനിക്ക് റമളാനിലെ നോമ്പ് ബാക്കിയുണ്ടായിരുന്നില്ല. ശഅബാനിലല്ലാതെ എനിക്കത് നോറ്റുവിട്ടാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റമളാൻ നമ്മുടെ അടുത്തു വന്നിരിക്കുകയാണ്, ശഅബാനിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ റമളാനിൽ ബാക്കിയുള്ള നോമ്പുകളൊക്കെ വീട്ടി, അതൊക്കെ നോറ്റുവീട്ടി എന്ന് ഉറപ്പുവരുത്തി റമളാനിലേക്ക് ധാരാളം നന്മകൾ ചെയ്ത്, അതേപോലെ നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ച റമളാനിലേക്ക് പ്രവേശിക്കാനാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുള്ളത്. നമ്മുടെ മറ്റന്നാള് 25-ാം തീയതി ഞായറാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഈ പള്ളിയിൽ വെച്ച് ഒരു അഹ്ലൻ റമദാൻ, ഒരു വൈജ്ഞാനികമായ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ കർമ്മശാസ്ത്രപരമായി ഒരുപാട് കാര്യങ്ങൾ, നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട് നോമ്പിന്റെ ഒരുപാട് മസ്അലകൾ നമുക്ക് പലപ്പോഴും ആളുകൾക്ക് അറിവില്ലായ്മ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും ചോദിച്ചു പഠിക്കാനും ഒക്കെയുള്ള ഏറ്റവും നല്ലൊരു അവസരം ഇവിടെ ഒരുക്കപ്പെടുകയാണ്. അസ്ർ മുതൽ ഇശ വരെയാണ് പ്രോഗ്രാം. മുഹമ്മദ് സാദിഖ് മദീനിയാണ് അതിന് മുഖ്യമായും പങ്കെടുക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കാനും സംശയങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബസമേതം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതേപോലെ 26-ാം തീയതി കടവത്തൂരിൽ വെച്ച് അഹ്ലൻ റമദാൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്. മുനീർ നജാത്തിയാണ് ക്ലാസ് എടുക്കുന്നത്. അതേപോലെ ഇവിടെയുള്ള അൽഫിത്ര സ്ഥാപനത്തിന് കോൺവക്കേഷൻ നാളെ പാനൂരിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ആ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു ഇനി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. രോഗികളായ ധാരാളം ആളുകൾ, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അള്ളാഹു ഇനി അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു ഇനി നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.